ഒരു രാജാവ് സ്വന്തം രാജ്യത്തിലെ ദൈവങ്ങളെ തന്നെ നിരോധിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി ജനങ്ങൾ ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങൾ അടപ്പിച്ചു. ദൈവങ്ങളുടെ പേരുകൾ കല്ലുകളിൽ നിന്നും മായ്ച്ചു. പിന്നെ മരുഭൂമിയുടെ നടുവിൽ പുതിയൊരു നഗരം പണിത് സൂര്യനെ മാത്രം ആരാധിക്കാൻ രാജ്യം മുഴുവൻ നിർബന്ധിച്ചു. പക്ഷെ അദ്ദേഹം മരിച്ചതിന് പിന്നാലെ ആ നഗരവും വിശ്വാസവും രാജാവിൻ്റെ പേര് പോലും ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കപ്പെട്ടു. എന്തിനാണ് അഖ്നത്താൻ ഇതെല്ലാം ചെയ്തത്? ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹം ഒരു മഹാനായ ചിന്തകനായിരുന്നോ അതോ വിശ്വാസത്തെ ഉപയോഗിച്ച അപകടകരമായ ഭരണാധികാരിയായിരുന്നോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. വെൽക്കം ബാക്ക് ടു ദ ചുരുൾ. അഖ്നത്താൻ അധികാരത്തിലെത്തുന്നതിന് മുമ്പുള്ള ഈജിപ്ത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ആ കാലത്ത് ഈജിപ്തുകാർ ഒരു ദൈവത്തെ മാത്രമല്ല ആരാധിച്ചിരുന്നത്, അവർക്ക് അനേകം ദൈവങ്ങളുണ്ടായിരുന്നു. പുരാതന ഈജിപ്തുകാർക്ക് ജീവിതത്തിലെ ഓരോ ശക്തിക്കും ഒരു ദൈവിക രൂപം ഉണ്ടായിരുന്നു. ആകാശത്ത് പ്രകാശിച്ച സൂര്യന്റെ ശക്തി റാ ആയിരുന്നു. നൈൽ നദിയുടെ ജലവും പ്രളയം കൊണ്ടുവന്ന സമൃദ്ധിയും ഹാപ്പിയുടെ അനുഗ്രഹമാണെന്ന് അവർ വിശ്വസിച്ചു. മരണാനന്തര ലോകം ഒസിരിസിന്റെ കീഴിലായിരുന്നു. മരിച്ചവരുടെ ശരീരം സംരക്ഷിക്കുകയും അവരെ അടുത്ത ലോകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ശക്തിയായി അനൂബിസിനെ കണ്ടു. യുദ്ധത്തിന്റെ ഭീകര ശക്തിയായി സിംഹമുഖിയായ സെക്കമെന്ത്, മാതൃത്വത്തിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷകയായി ഐസിസിനെയും, ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും കാക്കുന്ന ദേവിയായി ടാവറിറ്റിനെയും അവർ ആരാധിച്ചു. അതായത് ജനനം മുതൽ മരണം വരെ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിനും ഒരു ദൈവം അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശക്തനായ ദൈവങ്ങളിൽ ഒരാളായിരുന്നു ആമുൻ. ആമുനിന്റെ ക്ഷേത്രങ്ങൾ വളരെ സമ്പന്നമായിരുന്നു. രാജാക്കന്മാർ നൽകിയ ഭൂമിയും സ്വർണവും ധാന്യവും മൃഗങ്ങളും ക്ഷേത്രങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. ആമുനിന്റെ പുരോഹിതന്മാർക്കും വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഫറവോൻ രാജ്യത്തെ ഭരിച്ചിരുന്നെങ്കിലും മതത്തിന്റെ പേരിൽ പുരോഹിതന്മാരും വലിയ ശക്തിയായി വളർന്നു. ഇത്തരം ഒരു രാജ്യത്തിലാണ് ആമെൻഹോട്ടപ്പ് നാലാമൻ എന്ന രാജകുമാരൻ ഫറവോനാകുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ആദ്യ പേര് അഖ്നത്താൻ എന്നായിരുന്നില്ല, ആമെൻഹോട്ടപ്പ് നാലാമൻ എന്നായിരുന്നു. ആ പേരിൽ പോലും ആമുൻ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അധികാരത്തിലെത്തിയ ആദ്യകാലത്ത് അദ്ദേഹം പഴയ ആരാധനകളെ ഉടനെ എതിർത്തില്ല. രാജകീയ ചടങ്ങുകളും ക്ഷേത്രാരാധനകളും പതിവ് പോലെ തുടർന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതുക്കെ മറ്റൊരു ദൈവത്തിലേക്ക് തിരിഞ്ഞു. ആ ദൈവത്തിന്റെ പേര് അഥേൻ. അഥേൻ അഖ്നത്താൻ പുതുതായി സൃഷ്ടിച്ച ദൈവമായിരുന്നില്ല. അഥേനെക്കുറിച്ചുള്ള വിശ്വാസം അദ്ദേഹത്തിന് മുൻപും ഈജിപ്തിലുണ്ടായിരുന്നു. സൂര്യന്റെ പ്രകാശവും ചൂടും ജീവൻ നൽകുന്ന ശക്തിയുമായിരുന്നു അഥേൻ. മറ്റ് ഈജിപ്ഷ്യൻ ദൈവങ്ങളെ പോലെ അഥേന് മനുഷ്യ ശരീരമോ മൃഗത്തിന്റെ മുഖമോ ഉണ്ടായിരുന്നില്ല. അഥേനെ ഒരു തിളങ്ങുന്ന സൂര്യവട്ടമായാണ് ചിത്രീകരിച്ചത്. ആ സൂര്യവട്ടത്തിൽ നിന്നും താഴേക്ക് നീളുന്ന രശ്മികൾ, ഓരോ രശ്മിയുടെയും അറ്റത്ത് ചെറിയ കൈകൾ. ആ കൈകൾ രാജാവിനെയും രാജകുടുംബത്തെയും സ്പർശിക്കുന്നു. ചില കൈകളിൽ ജീവന്റെ അടയാളവും കാണാം. അതിൻ്റെ സന്ദേശം വളരെ ലളിതമായിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം ഉണരുന്നു, മരങ്ങൾ വളരുന്നു, മൃഗങ്ങൾ സഞ്ചരിക്കുന്നു, മനുഷ്യർ ജോലിക്കിറങ്ങുന്നു, നദികൾ തിളങ്ങുന്നു, ഭൂമിയിൽ ജീവൻ നിറയുന്നു. സൂര്യൻ മറയുമ്പോൾ ലോകം ഇരുട്ടിലാകുന്നു. അതുകൊണ്ട് എല്ലാ ജീവന്റെയും ഉറവിടം അഥേൻ തന്നെയാണെന്ന് അഖ്നത്താൻ വിശ്വസിച്ചിരിക്കാം. ഈ വിശ്വാസത്തിൽ മനോഹരമായൊരു ആശയമുണ്ടായിരുന്നു. അഥേന്റെ പ്രകാശം ഈജിപ്തുകാരൻ്റെ മേൽ മാത്രം വീഴുന്നില്ല, അത് എല്ലാ രാജ്യങ്ങളിലേക്കും എത്തുന്നു. മനുഷ്യനെയും മൃഗത്തെയും പക്ഷിയെയും സസ്യങ്ങളെയും ഒരുപോലെ ജീവിപ്പിക്കുന്നു. പക്ഷേ ഈ വിശ്വാസത്തിനുള്ളിൽ മറ്റൊരു പ്രധാന കാര്യമുണ്ടായിരുന്നു. അഥേനെ നേരിട്ട് അറിയുന്നത് സാധാരണ ജനങ്ങളല്ല, അഖ്നത്താനാണ്. അഥേന്റെ അനുഗ്രഹം ആദ്യം രാജാവിലേക്കും രാജ്ഞിയിലേക്കും എത്തുന്നു. അവരിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തുന്നു. പഴയ പുരോഹിതന്മാരുടെ സ്ഥാനത്ത് ഇപ്പോൾ ഫറവോൻ തന്നെ നിൽക്കുന്നു. ദൈവത്തിനും ജനങ്ങൾക്കും ഇടയിലുള്ള പ്രധാന വാതിൽ രാജാവായി മാറുന്നു. ഭരണത്തിന്റെ ആദ്യ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആമെൻഹോട്ടപ്പ് നാലാമന്റെ മാറ്റം കൂടുതൽ വ്യക്തമായി. അദ്ദേഹം സ്വന്തം പേരുപേക്ഷിച്ചു. ആമുൻ ദൈവവുമായി ബന്ധപ്പെട്ടിരുന്ന ആമെൻഹോട്ടപ്പ് എന്ന പേരിന് പകരം അദ്ദേഹം അഖ്നത്താൻ എന്ന പേര് സ്വീകരിച്ചു. ഏകദേശം പറഞ്ഞാൽ അഥേനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്ന ആശയം നൽകുന്ന പേര്. ഒരു രാജാവ് സ്വന്തം പേര് മാറ്റുന്നത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ലോകത്തോടെ ഒരു സന്ദേശം പറയുകയായിരുന്നു: ഞാൻ ഇനി പഴയ വഴിയുടെ ഭാഗമല്ല. പിന്നീട് മാറ്റങ്ങൾ കൂടുതൽ ശക്തമായി. ആമുനിന്റെ പേരുകളും രൂപങ്ങളും കെട്ടിടങ്ങളിൽ നിന്ന് മായ്ച്ചു കളയാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിൽ ആമുനിന്റെ പേര് മാത്രം തിരഞ്ഞു പിടിച്ച് ചുരണ്ടി നീക്കി.
പഴയ ക്ഷേത്രങ്ങൾക്ക് ലഭിച്ചിരുന്ന രാജകീയ സഹായം കുറഞ്ഞു. പല ആരാധനാ കേന്ദ്രങ്ങളിലെയും പ്രവർത്തനം തടസ്സപ്പെട്ടു. അഖെനത്താൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അഥേന് മാത്രമാണ് പ്രധാന സ്ഥാനം ലഭിച്ചത്. എന്നാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹം മറ്റൊരു ദൈവവും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്നോ എന്നത് ഇന്നും വ്യക്തമായിട്ടില്ല. അതോ മറ്റ് ദൈവങ്ങളെ മാറ്റി നിർത്തി അഥേനെ മാത്രം ആരാധിക്കാൻ ആവശ്യപ്പെട്ടതാണോ? അതിനെക്കുറിച്ച് ഗവേഷകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്. പഴയ ദൈവങ്ങളുടെ ആരാധന തടയാൻ, പ്രത്യേകിച്ച് ആമുനിൻ്റെ പേര് മായ്ക്കാനും അഖെനത്താൻ ശക്തമായ ശ്രമം തുടങ്ങി. ഈജിപ്തിലെ സാധാരണ ജനങ്ങൾക്ക് അത് എത്ര വലിയ ഞെട്ടലായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. തലമുറകളായി പ്രാർത്ഥിച്ചിരുന്ന ക്ഷേത്രത്തിൻ്റെ വാതിൽ ഒരു ദിവസം അടഞ്ഞു കിടക്കുന്നു. കല്ലിൽ കൊത്തിയിരുന്ന ദൈവത്തിൻ്റെ മുഖം തകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പേര് പറയുന്നത് പോലും സുരക്ഷിതമാണോ എന്നറിയില്ല. രാജാവിൻ്റെ വിശ്വാസം ഇപ്പോൾ രാജ്യത്തിൻ്റെ വിശ്വാസമായി മാറിയിരിക്കുകയാണ്. പഴയ ദൈവങ്ങളുടെ നഗരങ്ങളിൽ നിന്ന് തൻ്റെ പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് അഖെനത്താന് തോന്നിയിരിക്കാം. പഴയ നഗരങ്ങളിൽ എല്ലായിടത്തും പഴയ ക്ഷേത്രങ്ങളും പുരോഹിതന്മാരും ആചാരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു വിചിത്രമായ തീരുമാനമെടുത്തു. മുമ്പ് വലിയ നഗരമൊന്നുമില്ലാത്ത ഒരു മരുഭൂമി പ്രദേശം അദ്ദേഹം തിരഞ്ഞെടുത്തു. നൈൽ നദിയുടെ സമീപത്തുള്ള വിശാലമായ ഭൂമി, ചുറ്റും പാറക്കെട്ടുകൾ, കിഴക്കൻ മലകൾക്കിടയിലൂടെ സൂര്യൻ ഉയരുന്ന സ്ഥലം. അവിടെ അഖെനത്താൻ പുതിയൊരു നഗരം പ്രഖ്യാപിച്ചു. നഗരത്തിന്റെ പേര് അഖേത് അഥേൻ. അഥേന്റെ ചക്രവാളം എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഇന്ന് ആ പ്രദേശം അമർന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നഗരത്തിന്റെ അതിരുകൾ അടയാളപ്പെടുത്താൻ പാറകളിൽ വലിയ എഴുത്തുകൾ കൊത്തിവെച്ചു. അതിൽ അഖെനത്താനും നെഫ്രിറ്റിയും അവരുടെ മക്കളും അഥേനെ ആരാധിക്കുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥലം മറ്റൊരു ദൈവത്തിൻ്റെതല്ലെന്നും അഥേൻ തന്നെയാണ് സ്ഥലം തിരഞ്ഞെടുത്തതെന്നും രാജാവ് പ്രഖ്യാപിച്ചു. പിന്നീട് മരുഭൂമിയിൽ അതിവേഗം നിർമ്മാണം തുടങ്ങി. ക്ഷേത്രങ്ങൾ ഉയർന്നു, കൊട്ടാരങ്ങൾ പണിതു, ഭരണകാര്യാലയങ്ങൾ വന്നു. സൈനികരുടെ താമസ സ്ഥലങ്ങളും തൊഴിലാളികളുടെ വീടുകളും സംഭരണശാലകളും ശില്പികളുടെ പണിശാലകളും ഉണ്ടായി. വേഗത്തിൽ നിർമ്മിക്കാൻ ചെറിയ കല്ലുകൾ ഉപയോഗിച്ചു. ഒരാൾക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്ന ഇത്തരം കല്ലുകൾ ഉപയോഗിച്ചതിനാൽ കെട്ടിടങ്ങൾ പെട്ടെന്ന് ഉയർത്താൻ സാധിച്ചു. രാജാവ് നഗരം മാറ്റിയപ്പോൾ ഭരണകൂടവും മാറി. ഉദ്യോഗസ്ഥരും എഴുത്തുകാരും സൈനികരും പുരോഹിതന്മാരും ശില്പികളും തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മരുഭൂമിയിലേക്ക് എത്തി. അഖെനത്താൻ്റെ സ്വപ്നം നിറവേറ്റാൻ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ താമസം തുടങ്ങി. നൂറ്റാണ്ടുകളായി പതുക്കെ വളർന്ന നഗരമായിരുന്നില്ല അത്. ഒരു മനുഷ്യന്റെ തീരുമാനത്തിൽ വളരെ വേഗത്തിൽ ഉയർന്ന നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാവിയും ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടന്നു. പഴയ ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങൾ സാധാരണയായി ഇരുണ്ടതും അടച്ചതുമായ ഇടങ്ങളായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള മുറിയിലാണ് ദൈവത്തിൻ്റെ രൂപം സൂക്ഷിച്ചിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അഥേൻ ഒരു പ്രതിമയ്ക്കുള്ളിൽ കഴിയുന്ന ദൈവമല്ല. അഥേൻ സൂര്യപ്രകാശമാണ്. അതുകൊണ്ട് അഥേൻ്റെ ക്ഷേത്രങ്ങൾ തുറന്ന ആകാശത്തിന് കീഴിലായിരുന്നു. സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് വീഴണം. ക്ഷേത്രങ്ങളിൽ നിരവധി ബലിപീഠങ്ങളുണ്ടായിരുന്നു. പഴങ്ങൾ, പുഷ്പങ്ങൾ, അപ്പം, പാനീയങ്ങൾ, മാംസം എന്നിവ അതിനുവേണ്ടി സമർപ്പിച്ചു. അഖെനത്താനും നെഫ്രിറ്റിയും രാജകീയ വേഷത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തും. രഥങ്ങൾ, കാവൽക്കാർ, അധികാരികൾ, സംഗീതം, സുഗന്ധവസ്തുക്കൾ, നിരനിരയായ വഴിപാടുകൾ എല്ലാം ചേർന്ന വലിയൊരു കാഴ്ച. ആകാശത്ത് സൂര്യൻ, താഴെ അഥേൻ്റെ പ്രതിനിധിയായ ഭർവർ. സന്ദേശം വ്യക്തമായിരുന്നു. അഥേൻ പ്രകാശം നൽകുന്നു. പക്ഷെ ആ പ്രകാശത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയുന്നത് രാജാവാണ്. അതിനാൽ ഇതൊരു വിശ്വാസമാറ്റം മാത്രമായിരുന്നോ, അതോ രാജ്യത്തിൻ്റെ മതാധികാരം മുഴുവൻ സ്വന്തം കൈകളിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു? കൃത്യമായ ഉത്തരം നമുക്കറിയില്ല. ഒരുപക്ഷെ രണ്ടുമായിരുന്നേക്കാം. അഖെനത്താൻ അഥേനിൽ സത്യമായി വിശ്വസിച്ചിരിക്കാം. അതോടൊപ്പം പുതിയ വിശ്വാസം അദ്ദേഹത്തിൻ്റെ അധികാരവും ശക്തമാക്കിയിരുന്നു. അഖെനത്താൻ്റെ കഥ നെഫ്രിറ്റി ഇല്ലാതെ പൂർണ്ണമാകില്ല. അവർ പിന്നിൽ നിന്നിരുന്ന ഒരു സാധാരണ രാജപത്നിയായിരുന്നില്ല. അഥേനെ ആരാധിക്കുന്ന ചിത്രങ്ങളിൽ നെഫ്രിറ്റി അഖെനത്താനൊപ്പം നിൽക്കുന്നു. അവർ വഴിപാടുകൾ സമർപ്പിക്കുന്നു, മതചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ചില ചിത്രങ്ങളിൽ ശത്രുക്കളെ തോൽപ്പിക്കുന്ന രാജകീയ ഭാവത്തിലും അവരെ കാണാം. അതായത് അഖെനത്താൻ്റെ പുതിയ ലോകത്തിൽ നെഫ്രിറ്റിക്ക് വളരെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അഖെനത്താനും നെഫ്രിറ്റിക്കും 6 പെൺമക്കളുണ്ടായിരുന്നു എന്നാണ് ലഭ്യമായ രേഖകൾ സൂചിപ്പിക്കുന്നത്. രാജകുടുംബത്തെ ചിത്രീകരിച്ച രീതിയും പഴയ ഈജിപ്ഷ്യൻ കലയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പഴയ ചിത്രങ്ങളിൽ ഫറവോൻ എപ്പോഴും ഗൗരവമുള്ള, വികാരമില്ലാത്ത ശക്തനായ മനുഷ്യനായി നിൽക്കും. പക്ഷെ അമർനയിലെ ചിത്രങ്ങളിൽ അഖെനത്താനും നെഫ്രിറ്റിയും മക്കളോടൊപ്പം ഇരിക്കുന്നു. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ, മറ്റൊരു കുഞ്ഞ് അച്ഛൻ്റെ മുഖത്തേക്ക് കൈ നീട്ടുന്നു. അച്ഛനും അമ്മയും മക്കളെ ചേർത്ത് പിടിക്കുന്നു. രാജകുടുംബത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു. എന്നാൽ ഇത് വെറും ഒരു കുടുംബ ചിത്രമായിരുന്നില്ല. മുകളിൽ അഥേൻ്റെ സൂര്യവട്ടമുണ്ടായിരുന്നു. അഥേൻ്റെ രശ്മികൾ രാജകുടുംബത്തെ സ്പർശിക്കുന്നു.
രാജാവും രാജ്ഞിയും മക്കളും ചേർന്ന കുടുംബം തന്നെ പുതിയ വിശ്വാസത്തിന്റെ അടയാളമായി മാറി. അഖേനത്താന്റെ പ്രതിമകൾ ആദ്യമായി കാണുന്നവർക്ക് ഒരു സംശയമുണ്ടാകും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രൂപം ഇത്ര വ്യത്യസ്തമായത്? നീണ്ട മുഖം, വലിയ ചുണ്ടുകൾ, നീണ്ട കഴുത്ത്, ഇടുങ്ങിയ തോൾ, വീർത്ത വയർ, വീതിയുള്ള അരക്കെട്ട്, നീണ്ട കൈകാലുകൾ. പഴയ ഭർവാന്മാരുടെ ശക്തമായ ശരീരരൂപത്തിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു ഇത്. അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പല രോഗങ്ങളുടെയും പേരുകൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ചിത്രങ്ങൾ മാത്രം നോക്കി ഒരാളുടെ രോഗം കണ്ടെത്താൻ കഴിയില്ല. ഇത് പുതിയ മതത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പുതിയ കലാരീതിയായിരിക്കാം. അഥേൻ എല്ലാ ജീവന്റെ സൃഷ്ടിശക്തിയായി കരുതപ്പെട്ടതിനാൽ അഖേനത്താന്റെ രൂപത്തിൽ പുരുഷ സ്വഭാവവും സ്ത്രീ സ്വഭാവവും ചേർത്ത് കാണിച്ചതാകാം എന്ന അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ പഴയ ഭർവാന്മാരിൽ നിന്ന് താൻ പൂർണ്ണമായും വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം. പഴയ ദൈവങ്ങൾ മാറി, നഗരം മാറി, ക്ഷേത്രങ്ങൾ മാറി, അതോടൊപ്പം ഭർവാനെ ചിത്രീകരിക്കുന്ന രീതിയും മാറി. ജനങ്ങൾ പഴയ ദൈവങ്ങളെ ഉപേക്ഷിച്ചോ? എവിടെയാണ് അഖേനത്താന്റെ സ്വപ്നത്തിലെ ആദ്യ വിള്ളൽ കാണുന്നത്? രാജാവിൻ്റെ ക്ഷേത്രങ്ങളിലും ഔദ്യോഗിക ചിത്രങ്ങളിലും അഥേൻ മാത്രമായിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങളുടെ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ ചില ചെറിയ വസ്തുക്കളിൽ പഴയ ദൈവങ്ങളുടെ രൂപങ്ങൾ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ദേവതകൾ, വീടുകളെയും കുടുംബങ്ങളെയും കാക്കുമെന്ന് കരുതിയിരുന്ന ദൈവങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട പഴയ അടയാളങ്ങൾ. രാജാവ് പുതിയ വിശ്വാസം കൊണ്ടുവന്നുവെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പഴയ ദൈവങ്ങളെ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞില്ല. ഒരു ഉത്തരവിലൂടെ മനുഷ്യന്റെ ഭയം മാറ്റാൻ കഴിയില്ല. രോഗിയായ കുഞ്ഞിനരികിൽ ഇരിക്കുന്ന അമ്മയോട് തലമുറകളായി പ്രാർത്ഥിച്ചിരുന്ന ദേവിയെ ഇനി ഓർക്കരുതെന്ന് പറഞ്ഞാൽ അവൾ ഉടനെ മറക്കുമോ? മരണപ്പെട്ട അച്ഛൻ്റെ ശരീരം സംസ്കരിക്കുന്ന മകനോട് പഴയ വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സുകൊണ്ട് സമ്മതിക്കുമോ? പകൽ രാജാവിൻ്റെ മുന്നിൽ അഥേനെ വണങ്ങിയവർ രാത്രി സ്വന്തം വീടുകളിൽ പഴയ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരിക്കാം. അഖേനത്താന് ക്ഷേത്രങ്ങളുടെ വാതിലുകൾ അടയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് ദൈവങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. രാജാവിൻ്റെ ചിത്രങ്ങളിൽ അമർന്ന പ്രകാശം നിറഞ്ഞ നഗരമായിരുന്നു. പക്ഷേ അവിടെ ജീവിച്ച സാധാരണ മനുഷ്യരുടെ ജീവിതം എല്ലായ്പ്പോഴും മനോഹരമായിരുന്നില്ല. നഗരം വളരെ വേഗത്തിൽ പണിതതായിരുന്നു. മരുഭൂമിയിലെ ചൂട്, ഭാരമുള്ള കല്ലുകൾ ചുമക്കുന്ന തൊഴിൽ, ഭക്ഷണവും വെള്ളവും എത്തിക്കേണ്ട ബുദ്ധിമുട്ടുകൾ. രാജാവിൻ്റെ സ്വപ്നം കല്ലുകളാക്കി മാറ്റാൻ അനേകം തൊഴിലാളികൾ കഠിനമായി അധ്വാനിച്ചു. രാജകുടുംബം അഥേൻ്റെ പ്രകാശത്തിൻ്റെ കീഴിൽ വഴിപാടുകൾ അർപ്പിക്കുമ്പോൾ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സാധാരണ ജനങ്ങൾ ജീവിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. വലിയ ആശയങ്ങൾ പ്രഖ്യാപിക്കുന്നത് രാജാക്കന്മാരാണ്. പക്ഷേ ആ ആശയങ്ങൾ പണിയുന്നത് സാധാരണ മനുഷ്യരുടെ കൈകളാണ്. ഏകദേശം 17 വർഷത്തെ ഭരണത്തിന് ശേഷം അഖേനത്താൻ മരിച്ചു. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പില്ല. രോഗമായിരുന്നോ, സ്വാഭാവിക മരണമായിരുന്നോ, മറ്റെന്തെങ്കിലും സംഭവിച്ചോ? വ്യക്തമായ തെളിവില്ല. നെഫ്രിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്നതിലും ഉറപ്പില്ല. പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അന്തിമമായ ഉത്തരമില്ല. പക്ഷേ അഖേനത്താൻ്റെ മരണശേഷം നടന്നത് വ്യക്തമാണ്. അദ്ദേഹം പണിത നഗരം ഉപേക്ഷിക്കപ്പെട്ടു. രാജകുടുംബവും ഭരണകൂടവും അവിടെ നിന്ന് മാറി. അഥേൻ്റെ ക്ഷേത്രങ്ങൾ പ്രവർത്തനം നടത്തി. ജനങ്ങൾ നിറഞ്ഞിരുന്ന വീടുകൾ ശൂന്യമായി. ശില്പികളുടെ പണിശാലകളിൽ പൂർത്തിയാകാത്ത പ്രതിമകൾ ഉപേക്ഷിക്കപ്പെട്ടു. ഒരിക്കൽ അഥേൻ്റെ ചക്രവാളം എന്ന് പ്രഖ്യാപിച്ച നഗരം വീണ്ടും മരുഭൂമിയുടെ നിശബ്ദതയിലേക്ക് മടങ്ങി. അഖേനത്താൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നഗരം മാത്രമല്ല തകർന്നത്, അദ്ദേഹത്തിൻ്റെ സ്വപ്നവും അദ്ദേഹത്തോടൊപ്പം തകർന്നു. അഖേനത്താന് ശേഷം അധികാരത്തിലെത്തിയ യുവരാജാവിൻ്റെ ആദ്യ പേര് തുത്തൻഖാതൻ എന്നായിരുന്നു. ആ പേരിൽ അഥേൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ അധികം വൈകാതെ പേര് മാറ്റപ്പെട്ടു. തുത്തൻഖാതൻ തുത്തൻഖാമുൻ ആയി. അഥേൻ്റെ സ്ഥാനത്ത് ആമുൻ തിരിച്ചു വന്നു. പഴയ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ വീണ്ടും തുറന്നു. പഴയ പുരോഹിത സംവിധാനം തിരിച്ചു വന്നു. തകർന്നതും അവഗണിക്കപ്പെട്ടതുമായ ദൈവരൂപങ്ങൾ പുതുക്കി പണിയാൻ തുടങ്ങി. പിന്നീട് വന്ന ഭരണാധികാരികൾ അതിലും മുന്നോട്ട് പോയി. അഖേനത്താൻ്റെ കെട്ടിടങ്ങൾ പൊളിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങളിലെ കല്ലുകൾ മറ്റ് നിർമ്മാണങ്ങൾക്ക് ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് രാജാക്കന്മാരുടെ പട്ടികകളിൽ നിന്ന് ഒഴിവാക്കി. ചില പ്രതിമകളുടെ മുഖങ്ങൾ തകർത്ത് ശിലാലിഖിതങ്ങളിൽ നിന്ന് പേര് മായ്ച്ചു. അഖേനത്താനെ ഓർക്കാൻ പാടില്ലാത്ത മനുഷ്യനായി മാറ്റാൻ ശ്രമിച്ചു. ഒരിക്കൽ അഖേനത്താൻ ആമുനിൻ്റെ പേര് കല്ലുകളിൽ നിന്ന് മായ്ച്ചിരുന്നു. ഇപ്പോൾ അതേ വിധി അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം പഴയ ദൈവങ്ങളെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവസാനം ചരിത്രം തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അഖേനത്താനെ ഒറ്റ വാക്കിൽ വിവരിക്കാൻ കഴിയില്ല. അദ്ദേഹം അഥേനിൽ സത്യസന്ധമായി വിശ്വസിച്ചിരിക്കാം. സൂര്യപ്രകാശത്തെ ജീവന്റെ ഉറവിടമായി കണ്ട അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ സൗന്ദര്യമുണ്ട്. എല്ലാ രാജ്യങ്ങളെയും എല്ലാ ജീവികളെയും ഒരേ പ്രകാശം സ്പർശിക്കുന്നു എന്ന ആശയം അതിശയകരമാണ്.
അതേസമയം സാധാരണ മനുഷ്യന് അത്തേനെ നേരിട്ട് സമീപിക്കാൻ പോലും കഴിഞ്ഞില്ല. അക്കേനത്താനും രാജകുടുംബവും ഇടയിൽ നിന്നു. അദ്ദേഹം പഴയ പുരോഹിതന്മാരുടെ അധികാരം കുറച്ചു. പക്ഷെ മതാധികാരം ജനങ്ങൾക്ക് നൽകിയില്ല. സ്വന്തം കൈകളിൽ കേന്ദ്രീകരിച്ചു. അദ്ദേഹം പുതിയ നഗരം സൃഷ്ടിച്ചു, പുതിയ കലാരീതി സൃഷ്ടിച്ചു, രാജകുടുംബത്തെ കൂടുതൽ മനുഷ്യസ്നേഹത്തോടെ ചിത്രീകരിച്ചു. പക്ഷേ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിശ്വാസങ്ങളെ ഫലമായി തടയാൻ ശ്രമിച്ചു. അദ്ദേഹം കാലത്തേക്കാൾ മുന്നിൽ നടന്ന ചിന്തകനായിരുന്നു, അതോ സ്വന്തം ആശയത്തിൽ അമിതമായി വിശ്വസിച്ച രാജാവായിരുന്നു? ഒരുപക്ഷെ ഇതിന് ഒരൊറ്റ ഉത്തരമുണ്ടാകണമെന്നില്ല. ഒരു മനുഷ്യന് സത്യമായ വിശ്വാസവും അധികാരമോഹവും ഒരേ സമയം ഉണ്ടാകാം. നല്ലൊരു ആശയം തെറ്റായ രീതിയിൽ നടപ്പാക്കാനും കഴിയും. അക്കേനത്താൻ്റെ ഏറ്റവും വലിയ പരാജയം അഥേനെ ആരാധിച്ചതായിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ ഓർമ്മകളും വിശ്വാസങ്ങളും ഒരു രാജാവിൻ്റെ ഉത്തരവിലൂടെ മാറ്റാമെന്ന് കരുതിയതായിരിക്കാം. അവസാനം ഇന്ന് അക്കേനത്താൻ്റെ നഗരം നിശബ്ദമാണ്. ഒരിക്കൽ സൂര്യപ്രകാശത്തിൽ തിളങ്ങിയിരുന്ന ക്ഷേത്രങ്ങൾ പലതും ഇല്ലാതായി. പ്രതിമകൾ തകർന്നു, കല്ലുകൾ ചിതറിപ്പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥ ഇല്ലാതായില്ല. സ്വന്തം പേര് മാറ്റിയ ഒരു ഫറവോൻ, സ്വന്തം ദൈവത്തെ ഉയർത്തിയ രാജാവ്, പഴയ ദൈവങ്ങളെ തടഞ്ഞ ഭരണാധികാരി, മരുഭൂമിയിൽ പുതിയ നഗരം പണിത മനുഷ്യൻ, കലയുടെ രൂപം മാറ്റിയ ചിന്തകൻ, ഒരു രാജ്യത്തിൻ്റെ വിശ്വാസത്തെ മാറ്റാൻ ശ്രമിച്ച രാജാവ്. പക്ഷെ അദ്ദേഹം മരിച്ചതോടെ എല്ലാം പഴയപടിയായി. അക്കേനത്താൻ അത്തേനെ ആകാശത്തിലെ ഏറ്റവും വലിയ പ്രകാശമാക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. സൂര്യപ്രകാശത്തെ ഒരു രാജാവിനും സ്വന്തമാക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പേര് കല്ലിൽ നിന്നും മായ്ക്കാം, ക്ഷേത്രത്തിൻ്റെ വാതിൽ അടയ്ക്കാം, പ്രതിമ തകർക്കാം. പക്ഷെ മനുഷ്യൻ്റെ വിശ്വാസവും ഓർമ്മയും ഒരു ഉത്തരവിലൂടെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 3000-ലധികം വർഷങ്ങൾക്ക് ശേഷവും അക്കേനത്താൻ്റെ മുന്നിൽ അതേ ചോദ്യം നിലനിൽക്കുന്നത്. അദ്ദേഹം ലോകത്തിന് പുതിയൊരു ദൈവത്തെ കാണിച്ച ഫറവോനായിരുന്നു, അതോ സ്വന്തം ദൈവത്തിന് വേണ്ടി ഒരു ജനതയുടെ വിശ്വാസം തകർത്ത രാജാവായിരുന്നു? ഉത്തരം ഇന്നും ഈജിപ്തിൻ്റെ മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുകയാണ്.